ഓക്കെ, നമ്മൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പൂക്കളമാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ലൈഫ് ഹെൽത്ത് ക്ലബ്ബ് ആൻഡ് യോഗ സെൻറ്റർ. ഇതിൽ ജിം എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ചെരാതും ഡംബൽ പ്ലേറ്റ്സും പിന്നെ നിലവിളക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൂക്കളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫിറ്റ്നസ് മേഖലയിലുള്ള എല്ലാവരുടെയും ആ ഒരു ദുഃഖവും കാര്യങ്ങളും എല്ലാം മാറി കൂടുതൽ നന്മ വരട്ടെ എന്നാണ്. പക്ഷേ നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഒരുപാട് നാൾ നമ്മുടെ ഹെൽത്ത് ക്ലബ്ബുകളെല്ലാം അടഞ്ഞെടുക്കുമായിരുന്നു. എന്തായാലും നമുക്ക് ഗവൺമെൻറ് ഇപ്പോൾ ഒരു പെർമിഷൻ നൽകിയിരുന്നു തുറന്ന് പ്രവർത്തിക്കാനായിട്ട്, പ്രോട്ടോക്കോളെല്ലാം പാലിച്ച്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നമ്മളുടെ ക്ലബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു വ്യത്യസ്തമായിട്ടൊരു പൂക്കളമാണ് ഇന്നിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നിലവിലിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും നമുക്ക് മനസ്സിലാക്കാം. ജൂനിയർ മിസ്റ്റർ കേരള ഫരീദ് ഹംസയാണ് എൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്നത് രാഹുൽ പണിക്കർ, വേൾഡ് ചാമ്പ്യൻ രാഹുൽ പണിക്കരാണ്, ആം റെസ്ലിംഗ് ചാമ്പ്യൻ. അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന വിമൻസ് ഫിറ്റ്നസ് ഫിസിക്കൽ, ജൂനിയർ മിസ്റ്റർ കേരള വിമൻ ഫിറ്റ്നസ് ഫിസിക്കൽ പ്രൈസ് വിൻ ചെയ്ത കൃഷ്ണേന്ദു ഉണ്ട്. അതുപോലെ തന്നെ ഫേസ് ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അമൽ രാജേഷ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോച്ച് അനൂപ് സാറ്, കോച്ച് വൈശാഖ്, നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ജയറാം സജീവ് സാറ് ചീഫ് ഇൻസ്ട്രക്ടർ, പിന്നെ നമ്മുടെ 3 സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ഇവിടെ തന്നെ മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു വേളയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു മേഖല ഇതേപോലെ തന്നെ തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് ഗവൺമെൻറ് അനുവദിക്കണം എന്നാണ് നമ്മളൊരു ഇത്. പക്ഷേ ഈ പ്രോട്ടോക്കോളോട് കൂടി ഓണം കഴിഞ്ഞാലും വീണ്ടും ഇതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് നമ്മളൊരു ചെറിയ ആഗ്രഹം. പൂക്കളം പ്ലാൻ ചെയ്യാനുണ്ടായൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡിന് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു മേഖലയാണ് ജിമ്മ്. ആ ജിമ്മിൽ ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കേണ്ട മേഖല ആ സമയത്ത് അടഞ്ഞു കിടന്ന് ഒരുപാട് പേര് അതിൻ്റെ പേരിൽ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ജിം ഓണർമാരായാലും ട്രെയിനീസ് ആയാലും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായാലും ഒരുപാട് പേര് ആ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടതകളൊക്കെ മാറി ഇപ്പോൾ എന്താ പറയുക, സന്തോഷകരമായ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ജിം മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രതീകമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സംഭവമാണ്. ഈ 50ാം വാർഷികത്തിൻ്റെ ഈ ഒരു വേളയിൽ ഈ ഒരു കോമ്പറ്റീഷൻ, കേരള ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ, ഇത് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും കീപ്പപ്പ് ചെയ്തിട്ടാണോ നൽകുന്നത്? അതുപോലെ തന്നെ ഈ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ എന്നാണ്, എവിടെ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേഷൻ എല്ലാ പ്രോട്ടോക്കോളും മാനിച്ചിട്ട് തന്നെയാണ് കോമ്പറ്റീഷൻ വെച്ചത്. പാല ഇൻ്റർനാഷണൽ ജിമ്മിൽ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ. കാണികളൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പാർട്ടിസിപ്പൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊരു പ്രോബ്ലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാണികളെ മാക്സിമം, കാണികളില്ലാന്ന് തന്നെ പറയാം, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കോച്ചുമാരും പിന്നെ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു രീതിയിലുള്ള കോമ്പറ്റീഷനായിരുന്നു. വളരെ ഭംഗിയായിട്ട് അത് കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ അത് നടത്താൻ സാധിച്ചു. അത് നടത്തി നമ്മുടെ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ, പണിക്കർ സാറും ബേബി സാറും എല്ലാം ഉൾപ്പെട്ട ആ അസോസിയേഷൻ വളരെ ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്തതിൽ പ്രത്യേകം അവരോട് നന്ദി പറയാതെ വയ്യ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അവർ വളരെ മനോഹരമായിട്ട് തന്നെ കോമ്പറ്റീഷൻ ചെയ്തു. പിന്നെ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ ഇപ്പോൾ നടക്കുന്ന ഡേറ്റും പ്ലേസും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. സൗത്ത് ഇന്ത്യ മിക്കവാറും കേരളത്തിൽ വെച്ച് തന്നെ ആയിരിക്കും സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷൻ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് എന്താണെന്നൊക്കെ തീരുമാനങ്ങൾ. അത് വൈകാതെ തന്നെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഈ ലൈഫ് ഹെൽത്ത് ക്ലബ്ബ് ആൻഡ് യോഗ സെൻറ്ററിൻ്റെ ഈ ഒരു 50ാം വാർഷികം നടക്കുന്ന ഈ ഒരു വേളയിൽ ഇത്രയും നല്ല ഒരു സമ്മാനങ്ങൾ നേടിയൊരു വർഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായില്ല. ഈ ഒരു 50ാം വാർഷികത്തിൽ ലൈഫിനെ സംബന്ധിച്ചോളം ഒരുപാട് പൊൻതൂവലുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് വേൾഡ് ചാമ്പ്യൻ ആം റെസ്ലിംഗ് ചാമ്പ്യൻ രാഹുൽ പണിക്കർ, അതുപോലെ തന്നെ ഫേസ് ഓഫ് ഇന്ത്യ അമൽ രാജേഷ്, അതുപോലെ തന്നെ ജൂനിയർ മിസ്റ്റർ കേരള വിമൽ ലാലു, ജൂനിയർ മിസ്റ്റർ കേരള ഫിറ്റ്നസ് ഫിസിക് ഫരീദ്, അതുപോലെ തന്നെ വിമൻ ഫിറ്റ്നസ് ഫിസിക് കൃഷ്ണേന്ദു. അപ്പോൾ ഇത്രയും നല്ല താരങ്ങളെ ഈ ഒരു ചെറിയ കാലയളവിൽ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് മഹാമാരി എന്നുള്ള ലോക്ക്ഡൗൺ പീരീഡിൽ അവർ വീട്ടിൽ നിന്നാണെങ്കിലും ചെറിയ രീതിയിൽ വർക്കൗട്ട് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ അവർ ആരോഗ്യം സംരക്ഷിച്ച്
ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞ് ജിമ്മ് തുറന്ന ഉടൻ തന്നെ അവർ വന്ന് രാവിലെയും വൈകുന്നേരവും വന്ന് വർക്കൗട്ട് ചെയ്ത് അവരുടെ ശക്തി വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ ടാലൻറ്റ്, അവരുടെ ഡെഡിക്കേഷൻ എല്ലാം വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ പ്ലേയേഴ്സും ഇനിയുള്ള തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ രാഹുൽ പണിക്കർ ഈ വർഷത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേപോലെ തന്നെ അമൽ രാജേഷ് അടുത്ത മോഡലിംഗ് കോമ്പറ്റീഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കൃഷ്ണേന്ദു, വിമൽ ലാലു ആൻഡ് ഫരീദ്, ഈ 3 പേരും ജൂനിയർ മിസ്റ്റർ ഇന്ത്യ, മിസ് വിമൺ കോമ്പറ്റീഷനിലേക്കാണ് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരെയും, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇവർ വീണ്ടും ഈ 50ാം വാർഷിക കാലഘട്ടത്തിൽ ഇനിയും നേട്ടങ്ങൾ കൈവരിക്കട്ടെ. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ബോഡി ബിൽഡേഴ്സിനും നല്ല രീതിയിൽ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കട്ടെ, മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഇനിയും മത്സരങ്ങൾ ഉണരട്ടെ. എത്രയും പെട്ടെന്ന് കോവിഡ് മാറി നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു കോവിഡ് എന്ന ഒരു പേടി സ്വപ്നം മാറിത്തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. എല്ലാവർക്കും ഒരു ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ഓണം ലൈഫ് ഹെൽത്ത് ക്ലബ്ബ് ആൻഡ് യോഗ സെൻ്ററിൻ്റെ പേരിൽ ആശംസിച്ചുകൊള്ളുന്നു.